മാനന്തവാടിയെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാട്ടാന. ജനവാസ മേഖലയിലാണ് കറക്കം. നമുക്കൊപ്പം ഇപ്പോൾ ഡോക്ടർ ശ്രീധർ ഉണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചു കാലം മുൻപ് 25 ആനകളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. നമുക്ക് സംശയങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കാം. ഡോക്ടർ ശ്രീധർ, നോക്കൂ, വളരെ ദുഷ്കരമായ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു താങ്കൾ. ഇപ്പോൾ ജനവാസ മേഖലയിലാണ് ഒരു കാട്ടാനയുള്ളത്. വലിയ പരിഭ്രാന്തിയിലാണ് ജനങ്ങളൊക്കെ ഉള്ളത്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ വേണ്ടത് ഈ ഘട്ടത്തിൽ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 25 ആനകളെ പിടികൂടിയ സംഘത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. 25 ആനകളെ പിടികൂടിയ ശേഷം ആ ലാൻഡ്സ്കേപ്പിൽ ഒരു മോണിറ്ററിംഗ് ഇനിഷ്യേറ്റ് ചെയ്ത സംഘത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ 2014 ഡിസംബർ മുതൽക്ക് ഇങ്ങോട്ട് ഈ ആനയെ പിടികൂടിയിട്ടുള്ള ഹാസൻ മേഖലയിലെ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലാൻഡ്സ്കേപ്പിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ ആനകളുടെയും കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ആന എന്ന് പറയുന്നത് ഏകദേശം 2017 കാലഘട്ടത്തിലാണ് സകലേഷ്പൂർ വഴി ഹാസൻ മേഖലയിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. ഇതും മറ്റ് 2-3 ആനകളും കൂടെ ചേർന്നിട്ട്. അപ്പോ ഈ ആന പൊതുവെ കൂടുതലും ഈ കോഫി എസ്റ്റേറ്റുകളിൽ, കാപ്പിത്തോട്ടങ്ങളിലാണ് കണ്ടിരുന്നതെങ്കിൽ കൂടി ഈ ആന കാരണം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ജനങ്ങളുടെ നേരെ ഉള്ള ഒരു ആക്രമണവാസനയോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് ബിഹേവിയർ ഒന്നും തന്നെ കാണിക്കാത്തൊരു അനിമലാണിത്. തുടർച്ചയായി കാപ്പിത്തോട്ടങ്ങളിൽ തുടരുന്നത് മൂലം മാത്രമാണ് ഈ ആനേനെ 2024 ജനുവരി 16 പിടികൂടിയിട്ട് ബന്ദിപ്പൂരിലേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനു മുൻപ് ഈ ആന 2-3 വട്ടം ജനവാസ മേഖലകളിലൂടെയൊക്കെ മൂവ് ചെയ്തപ്പോൾ തന്നെ ആന ആൾക്കാരെ അവോയ്ഡ് ചെയ്ത് ഡിസ്റ്റർബൻസുകൾ ഒന്നുമില്ലാതെ കാട്ടിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആനയുടെ കാര്യത്തിൽ, പിന്നെ അഫ്കോഴ്സ് ഇതൊരു വൈൽഡ് അനിമൽ ആണെന്നുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആനയുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് പരമാവധി പ്രൊവോക്കേഷൻസ് ഒഴിവാക്കുക. അതിന് ഇൻഫാക്ട് വനം വകുപ്പ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം തന്നെ പ്രശംസനാർഹമാണ്. കാരണം 144 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി അതിനു വേണ്ട അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് ഞാൻ ന്യൂസിൽ കണ്ടറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ പരമാവധി, താങ്കൾ പറഞ്ഞു പൊതുവെ അങ്ങനെ അക്രമ സംഭവങ്ങളൊന്നും കേട്ടിട്ടില്ല, പൊതുവെ സൈലന്റ് ആണ്, അങ്ങനത്തെ ഒരു നേച്ചറിലുള്ളതാണെന്ന്. ഇപ്പം പോയ സ്ഥലം എന്ന് പറയുന്നതൊക്കെ കോടതി പരിസരമുണ്ട്, ഈ സർക്കാർ ഓഫീസ് ഉണ്ട്, ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഇടയിൽ കൂടി ഒക്കെ പോയി, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ആള്. അതെ, അതപ്പോ അതാ ഞാൻ പറഞ്ഞത്. അപ്പം വെൻ അൺപ്രൊവോക്ഡ് ഈ ആന യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സൃഷ്ടിച്ചതായിട്ടുള്ള ഒരു ഹിസ്റ്ററിയും നമ്മുടെ അറിവിലില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2017 ഒടുക്കം അല്ലെങ്കിൽ 2018 ആദ്യം തൊട്ടിട്ടുള്ള ഒരു ഇത് എടുത്താൽ തന്നെ 6 വർഷമായിട്ട് നമുക്ക് ആ ആനയുടെ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ എവിടെയും ഈ തരത്തിലുള്ള ഒരു നെഗറ്റീവ് എൻകൗണ്ടേഴ്സ് ഈ ആന ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു അറിവും നമുക്കില്ല. ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം വയനാട് നമ്മൾ ഇതിനു മുൻപും കുറേ കാട്ടാന ഇറങ്ങുന്നതും ആക്രമണത്തിന്റെ ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ മാനന്തവാടി ടൗണിൽ ആദ്യമായിട്ടാണ്. പലരും പറയുന്നുണ്ട് 30 വർഷം മുൻപൊക്കെയാണ് ഒരു ഓർമ്മയുള്ളതെന്ന്, അതും അവരുടെ ചെറുപ്പകാലത്ത്. അപ്പം സ്വാഭാവികമായും കുറേ ആളുകളൊക്കെ ഈ ആനയെ കാണാനൊക്കെ അവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതൊരു ഇഷ്യൂ ആവുമോ? അതാണ്, അതായത് ഇതിലിപ്പോ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വനം വകുപ്പ് ഇതിന് വേണ്ട നടപടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് ചെയ്യും. അതിൽ ആർക്കും യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. അപ്പം ഇതിൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൃത്യമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അവർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായി ഫോളോ ചെയ്യുക. ആൾക്കാർ ആനയെ ഫോട്ടോ എടുക്കാനോ അതിനെ കാണാനോ ശ്രമിച്ച് അടുത്തേക്ക് പോവാതിരിക്കുക. അപ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു പ്രൊവക്കേഷനും, അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ എത്രത്തോളം കെയർഫുൾ ആകാൻ പറ്റുമോ, കാരണം ഇതൊരു അസാധാരണ സംഭവം തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ 30 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ദിസ് നീഡ്സ് ടു ബി ഹാൻഡിൽ കെയർഫുള്ളി. കാരണം ഇതൊരു ഈ യാതൊരു കാരണവശാലും ഈ ആനയ്ക്ക് ഒരു പ്രൊവക്കേഷനും ഉണ്ടാവാതിരിക്കാനുള്ള നടപടികളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സംഘത്തിന്റെ ഭാഗമായി അതിനുശേഷമുള്ള കാര്യങ്ങൾ കൂടി അറിയുന്നതിനെ കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തത് ബന്ദിപ്പൂർ മേഖലയിലേക്കാണ്. ഇപ്പൊ ആന നിൽക്കുന്നത് മാനന്തവാടിയിലാണ്, കുറേ ദൂരമുണ്ട്. അപ്പൊ ഈ 2 ആഴ്ചക്കുള്ളിൽ ഇത്രയും ദൂരം സഞ്ചരിച്ചു. അപ്പൊ ഇപ്പൊ മയക്കുവെടി വെച്ചേക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കളക്ടറുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന റെസ്പോൺസ്. അത് ഹെൽത്ത് വൈസ് ഓക്കെ ആയിരിക്കും ആനയെ സംബന്ധിച്ച്? ഹെൽത്ത് വൈസ് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമ്മള് മയക്കുവെടിക്കായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ ആനയെ പോലുള്ള മൃഗങ്ങൾക്കൊക്കെ വളരെ സേഫ് ആയിട്ടുള്ള ഡ്രഗ്സ് തന്നെയാണ്. അതിന് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആനയ്ക്കൊരു ആരോഗ്യത്തിന്, അപ്പം ഓഫ്കോഴ്സ് പിന്നെ ആന ഏത് മേഖലയിലാണോ നിൽക്കുന്നത്, ആന നിൽക്കുന്ന ടെറൈൻ എന്താണ്, അടുത്ത് ജലസ്രോതസ്സുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയ ശേഷമേ അങ്ങനെ ഒരു തീരുമാനം എന്തായാലും എടുക്കാൻ വഴിയുള്ളൂ.
അപ്പോ അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു ആശങ്കയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത് 2 ആഴ്ച കൊണ്ട് ആന ഇത്രയും മൂവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സർപ്രൈസിംഗ് ആയിട്ട് ഒന്നുമില്ല. കാരണം പെർട്ടിക്കുലർലി യങ് മേൽസ്, ചെറിയ പ്രായത്തിലുള്ള ഈ ആനയൊക്കെ പോലുള്ള 20കളിൽ മാത്രം പ്രായമുള്ള ആനകളെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള മുമ്പത്തെ ഒരുപാട് ആനകളുടെ 50-ൽ പരം ആനകളുടെ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആനകളുടെ ഒക്കെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ആനകളെ ഒന്നെങ്കിൽ മറ്റേ ഉത്ഭവസ്ഥാനത്തേക്ക് എവിടെ നിന്നാണോ ക്യാപ്ചർ ചെയ്തത് അവിടേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്രവണത കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബെറ്റർ ഹാബിറ്റാറ്റിൽ സെറ്റിൽ ഡൗൺ ചെയ്യാനുള്ള ഭാഗമായിട്ടുള്ള എക്സ്പ്ലോറേഷനിൽ ഇത്തരത്തിൽ ജനവാസ മേഖലകളിലേക്ക് എത്തിയതായിട്ടുള്ള സിറ്റുവേഷൻസ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ആന 2 ആഴ്ച കൊണ്ട് ഇത്രയും ദൂരം നടന്നു വന്നു എന്ന് പറഞ്ഞപ്പോ കാട്ടിന്റെ ഉള്ളിൽ കൂടെ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 35-40 കിലോമീറ്ററോളം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊരു ദൂരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരി ശരി, വളരെയധികം നന്ദി ഡോക്ടർ, സംസാരിച്ചതിന് വളരെയധികം നന്ദി സംസാരിച്ചതിന്. താങ്ക്